നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ്. ദശാബ്ദങ്ങളായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഈ ചരിത്രപരമായ നീക്കം നടന്നത്. എന്നാൽ ഓഹരി വിപണിയിലെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ എല്ലാ മേഖലകൾക്കും ഒരുപോലെ ലാഭകരമല്ല. ഇതിലെ പോസിറ്റീവായ വശങ്ങളും തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ള വശങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ കരാറിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ, അപ്പാരൽ, ലെതർ എന്നീ മേഖലകളായിരിക്കും. നിലവിൽ ഇന്ത്യൻ കയറ്റുമതിക്കാർ യൂറോപ്പിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ 9 മുതൽ 12% വരെ വലിയ നികുതി നേരിടുന്നുണ്ട്. എന്നാൽ നമ്മുടെ പ്രധാന എതിരാളികളായ ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്ക് അവിടെ നികുതി ഇളവുകളുണ്ട്. ഈ കരാർ നിലവിൽ വരുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കും നികുതി ഇല്ലാതാകും. ഇത് വിപണിയിൽ തുല്യമായ മത്സരത്തിന് വഴി തുറക്കും. KPR മിൽസ്, ഗോകുൽദാസ് എക്സ്പോർട്സ്, പേൾ ഗ്ലോബൽ തുടങ്ങിയ കമ്പനികൾക്ക് ഇത് വലിയ നേട്ടമുണ്ടാക്കും. ഫാർമസ്യൂട്ടിക്കൽ മേഖലയാണ് മറ്റൊരു പ്രധാന ഗുണഭോക്താവ്. നികുതി കുറയുന്നതിനേക്കാൾ ഉപരിയായി മരുന്നുകൾക്ക് അംഗീകാരം ലഭിക്കാനുള്ള നിയമപരമായ നടപടികൾ ലഘൂകരിക്കപ്പെടുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് ഗുണകരമാകും. സൺഫാർമ, ലുബിൻ, ഡോക്ടർ റെഡ്ഡീസ് തുടങ്ങിയ കമ്പനികൾക്ക് യൂറോപ്യൻ വിപണിയിൽ കൂടുതൽ സ്വാധീനമുറപ്പിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ IT മേഖലയിലെ വിദഗ്ധർക്ക് യൂറോപ്പിലേക്ക് പോകാനുള്ള വിസ നടപടികൾ എളുപ്പമാകുന്നതും ഇൻഫോസിസ്, TCS തുടങ്ങിയ കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കും. യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വെക്കുന്ന കർശനമായ നിലപാടുകളാണ് പ്രധാന വെല്ലുവിളി. പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിരത, കർശനമായ തൊഴിലാളി നിയമങ്ങൾ എന്നിവ പാലിക്കാൻ ഇന്ത്യൻ കമ്പനികൾ നിർബന്ധിതരാകും. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പോലുള്ള നിയമങ്ങൾ വരുന്നതോടെ കൂടുതൽ കാർബൺ പുറന്തള്ളുന്ന സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി നൽകേണ്ടി വന്നേക്കാം. ഇത് കമ്പനികളുടെ ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത്തരം കർശനമായ നിയമങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ സാമ്പത്തികമായി പ്രയാസമുണ്ടാകും. ഈ കരാറിലെ ഏറ്റവും ആശങ്കാജനകമായ ഭാഗം വിദേശ ഇറക്കുമതികൾ ഇന്ത്യൻ വിപണിയിലേക്ക് തള്ളിക്കയറാൻ സാധ്യതയുണ്ട് എന്നതാണ്. ആഡംബര കാറുകൾക്ക് ഇറക്കുമതി നികുതി കുറയുന്നതോടെ ജർമ്മനിയിൽ നിന്നും മറ്റുമുള്ള കാർ ബ്രാൻഡുകൾക്ക് ഇന്ത്യയിൽ വില കുറയും. ഇത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികളുടെ പ്രീമിയം വിഭാഗത്തിലെ വിൽപ്പനയെ ബാധിച്ചേക്കാം. അതുപോലെ തന്നെ ഡയറി, അതായത് പാൽ ഉൽപ്പന്നങ്ങൾ, അഗ്രികൾച്ചർ മേഖലകളും വലിയ ആശങ്കയുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള വില കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത് നമ്മുടെ കർഷകർക്ക് വെല്ലുവിളിയാണ്. വൈൻ, സ്പിരിറ്റ് നിർമ്മാണ മേഖലയിലും സമാനമായ അവസ്ഥയുണ്ടാകും. സുല വൈൻയാർഡ്സ് പോലുള്ള കമ്പനികൾക്ക് വിദേശ ബ്രാൻഡുകളിൽ നിന്ന് കടുത്ത മത്സരം നേരിടേണ്ടി വന്നേക്കാം. ചുരുക്കത്തിൽ ഈ കരാർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടം നൽകുമെന്നതിൽ തർക്കമില്ല. എന്നാൽ അതേസമയം നിക്ഷേപകർ തങ്ങളുടെ പണം നിക്ഷേപിച്ചിട്ടുള്ള കമ്പനികൾക്ക് ഈ കരാർ വഴി ഗുണമാണോ അതോ മത്സരമാണോ ഉണ്ടാകുന്നതെന്ന് കൃത്യമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. കയറ്റുമതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനികൾക്ക് ഇത് വസന്തകാലമാകുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്ക് സമ്മർദ്ദം നേരിട്ടേക്കാം.